അങ്കമാലി ഭദ്രാസന സെക്രട്ടറി, തൃക്കുന്നത്ത് സെമിനാരി മാനേജരും വികാരിയുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട മത്തായി ഇടയനാൾ കോറപ്പിസ്കോപ്പ അച്ഛൻ സഭയുടെ ഇന്നത്തെ സ്ഥിതിവിശേഷങ്ങളെ സംബന്ധിച്ചും വിശേഷിച്ചും പാത്രിയർക്കീസ് വിഭാഗം സഭയിലുണ്ടാക്കുന്നതാകുന്ന അനൈക്യത്തെപ്പറ്റിയും ആ അനൈക്യം മൂലം വടക്കൻ ഭദ്രാസനങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്ന പ്രയാസങ്ങളെപ്പറ്റിയും ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ നമ്മോട് വിവരിക്കുകയാണ്. അച്ഛനോട് പ്രധാനമായിട്ട് ചോദിക്കുവാനായിട്ടുള്ള ഇന്നത്തെ ഒരു ചോദ്യം, പാത്രിയർക്കീസ് വിഭാഗം ഇന്ന് SNDPയുടെ സമുദായ നേതാവായ വെള്ളാപ്പള്ളി നടേശനെ കാണുകയും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതാകുന്ന ഏത് തീരുമാനവും സഭ സമാധാനത്തിനു വേണ്ടി ഉപയോഗിക്കാം എന്നവർ പറയുകയുണ്ടായി. വിവിധ സമുദായ നേതാക്കളുടെ ഇത്തരത്തിലുള്ളതാകുന്ന ഇടപെടലാണോ, കോടതിയിലൂടെയുള്ളതാകുന്ന ഒരു ശാശ്വത സമാധാനമാണോ മലങ്കര സഭ ആഗ്രഹിക്കുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട ഇടയനാൾ അച്ഛനോട് ചോദിക്കുവാനുള്ള ഒന്ന്. ഇതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ആദ്യമായി വ്യക്തമാക്കട്ടെ. സഭ ഒരു ട്രസ്റ്റാണ്. ഈ രാജ്യത്തെ നിയമമനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ട നിലനിൽക്കുന്ന ഒരു ട്രസ്റ്റാണ് ഈ സഭ. ഈ ട്രസ്റ്റ് സംബന്ധിച്ച ഒരു തർക്കമുണ്ടായാൽ ആ തർക്കത്തിൻ്റെ അന്തിമ തീരുമാനം കോടതിയിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. കോടതി എടുക്കുന്ന തീരുമാനം ട്രസ്റ്റിലെ അംഗങ്ങൾക്ക് ബാധകമാണ്. കോടതി തീരുമാനങ്ങൾക്ക് വെളിയിൽ മറ്റൊരു മധ്യസ്ഥതയ്ക്ക് തുനിയുന്നതിൻ്റെ തന്നെ കാരണം നിയമത്തെ അനുസരിക്കാനും കോടതി വിധികളെ സ്വീകരിക്കുവാനുള്ള വൈമുഖ്യം മാത്രമാണ് എന്ന് ആമുഖമായി പറയട്ടെ. ഈ സഭയിൽ ഈ തർക്കം ഉണ്ടാകുന്നത് 1912 അന്ന് സ്വതന്ത്രമായ നിലനിൽപ്പിനു വേണ്ടി ഇവിടെ വ്യവസ്ഥാപിതമായി സ്ഥാപിക്കപ്പെട്ട ഒരു കാതോലിക്കേറ്റിനെ അംഗീകരിക്കാത്ത വിഭാഗമാണ് ഇന്നത്തെ പാത്രിയർക്കീസ് വിഭാഗത്തിലെ ആളുകൾ. സ്വാതന്ത്ര്യം തങ്ങൾക്ക് വേണ്ട, അടിമത്വം മതി എന്നുള്ളതാണ് അവരുടെ മുദ്രാവാക്യം. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചത് 1947 അതിനേക്കാൾ വളരെ മുമ്പ് 1912 തന്നെ ഈ ഇന്ത്യയിലെ ഈ സഭ സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ചു. ഇന്ത്യ മഹാരാജ്യത്തിന്, റിപ്പബ്ലിക്കിന് ഒരു ഭരണഘടന ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ 1934 തികച്ചും വ്യവസ്ഥാപിതമായ ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന ഈ സഭയ്ക്കുമുണ്ടായി. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇവിടെ സ്വതന്ത്രമായ അവകാശങ്ങളോടുകൂടി സ്ഥാപിക്കപ്പെട്ട കാതോലിക്കേറ്റിനെ അംഗീകരിക്കാതെ അതിനെതിരായി പാത്രിയർക്കീസും പാത്രിയർക്കീസിൻ്റെ കൂടെയുള്ള കക്ഷികളും കോടതിയിൽ വ്യവഹാരം നടത്തി നീണ്ട 43 വർഷത്തെ വ്യവഹാരത്തിനൊടുവിൽ 1958 സുപ്രീം കോടതിയിൽ നിന്ന്, അതായത് ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ പീഠത്തിൽ നിന്ന് 5 ജഡ്ജിമാർ അടങ്ങിയ ഒരു ബെഞ്ച് 100% ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായി വിധി പ്രഖ്യാപിച്ചു. മാത്രമല്ല, പാത്രിയർക്കീസ് വിഭാഗം നാളിതുവരെ നടന്ന എല്ലാ കോടതിയിലെ ചെലവുകളും ഓർത്തഡോക്സ് വിഭാഗത്തിന് കൊടുക്കേണ്ടതാണെന്നും കൂടി ആ വിധി സ്പഷ്ടമാക്കി. അതിനെ തുടർന്ന് പാത്രിയർക്കീസ് വിഭാഗം ഒരു റിവ്യൂ പെറ്റീഷൻ കൂടി സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു. അതും തള്ളപ്പെട്ടു. അങ്ങനെ പള്ളികളും ഭരണവും നഷ്ടപ്പെടും എന്ന സ്ഥിതി വന്നപ്പോഴാണ് പാത്രിയർക്കീസ് ബാവായും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ടുള്ള നേതാക്കന്മാരും ജനങ്ങളും സമാധാനത്തിന് വേണ്ടി ആഗ്രഹിച്ചത്. നിങ്ങളോട് സംസാരിക്കുന്ന ഞാനും പാത്രിയർക്കീസ് കക്ഷിയിൽ ജനിച്ച് വളർന്ന ഒരാളാണ്. എൻ്റെ കക്ഷി കേസിൽ ചെലവ് സഹിതം തോറ്റു കഴിഞ്ഞപ്പോൾ അന്ന് വരെ പറഞ്ഞിരുന്ന എല്ലാ വിശ്വാസ മര്യാദകളും ലംഘിച്ചുകൊണ്ട് നിരുപാധികം അൺകണ്ടീഷണലായി കാതോലിക്കേറ്റിനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. എന്നാൽ കാതോലിക്ക ബാവയാകട്ടെ പാത്രിയർക്കീസിനെയും പാത്രിയർക്കീസ് വിഭാഗത്തെയും അംഗീകരിച്ചത് വ്യവസ്ഥയോടെയാണ്. ആ വ്യവസ്ഥ 1934 ഭരണഘടനയിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് കൽപ്പനയിൽ പ്രത്യേകിച്ചും എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്.
അങ്ങനെ 1934 ഭരണഘടന മലങ്കര സഭയുടെ പൊതുവായ ഭരണഘടനയായി അംഗീകരിക്കപ്പെട്ടു. അങ്കമാലി ഭദ്രാസനത്തിന്റെ ഗ്രിഗോറിയോസ് തിരുമനസ്സുകൊണ്ട്, വൈലിപ്പറമ്പിൽ ഗ്രിഗോറിയോസ് തിരുമനസ്സുകൊണ്ട് 1959 തന്നെ 1934 ഭരണഘടന അങ്കമാലി ഭദ്രാസനത്തിലെ എല്ലാ പള്ളികളിലും നടപ്പിലാക്കിയിരിക്കുന്നതായി കൽപ്പന ഇറക്കുകയും ചെയ്തു. അങ്ങനെ 12 കൊല്ലം സഭ സമാധാനമായിട്ട് പോയി. ഇതിനിടയിൽ ആലുവയിലെ തിരുമേനി 1966 കാലം ചെയ്തു. അതേ തുടർന്ന് അങ്കമാലി ഭദ്രാസനത്തിന്റെ ഭരണം മലങ്കര മെത്രാപ്പൊലീത്ത ആയ കാതോലിക്ക ബാവ ഏറ്റെടുത്തു. 1967 കോലഞ്ചേരിയിൽ വാഴിക്കപ്പെട്ട 3 മെത്രാന്മാരിൽ ഒരാളായ അഭിമന്യ ഫിലിപ്പോസ് മാർ തെയോഫിലസ് തിരുമേനിക്ക് അങ്കമാലി ഭദ്രാസനത്തിന്റെ ചുമതലയും നൽകപ്പെട്ടു. അങ്ങനെയാണ് ഓർത്തഡോക്സ് വിഭാഗക്കാരനായിരുന്ന തെയോഫിലസ് തിരുമേനി അങ്കമാലി ഭദ്രാസന അധിപനായത്. അദ്ദേഹം ചാർജ് എടുക്കുന്ന അവസരത്തിൽ ഒരു സഭയേ ഉള്ളൂ, യോജിച്ച സഭ. അത് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയാണ്. എന്നാൽ യോജിച്ച സഭയിൽ 12 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇല്ലാത്ത അവകാശവാദങ്ങൾ ഉന്നയിക്കുകയും മെത്രാന്മാരെ യാതൊരു തത്വദീക്ഷയുമില്ലാതെ സ്വന്തം നിലയിൽ വാഴിച്ചയക്കുകയും ചെയ്ത് ഇവിടെ കലഹമുണ്ടാക്കിയത് പാത്രീർക്കീസ് ബാവായും അദ്ദേഹത്തിൻ്റെ പിണിയാളുകളുമാണ്. അങ്ങനെ ഈ സഭയിൽ വീണ്ടും ഛിദ്രമുണ്ടാക്കി സുപ്രീം കോടതി വരെ വീണ്ടും കേസ് പോകേണ്ടി വന്നു. സുപ്രീം കോടതി അസന്നിഗ്ധമായി വിധി പ്രഖ്യാപിച്ചു. മലങ്കര സഭ ഒന്നേ ഉള്ളൂ, ആ സഭയ്ക്ക് ഒരു കാതോലിക്ക ബാവായേ ഉള്ളൂ, ആ സഭയ്ക്ക് ഒരു മലങ്കര മെത്രാപ്പൊലീത്തായേ ഉള്ളൂ, ആ സഭയ്ക്ക് ഒരു ഭരണഘടനയേ ഉള്ളൂ. ആ ഭരണഘടന പ്രകാരം തിരഞ്ഞെടുക്കപ്പെടുന്ന സമിതിയാണ് ഈ സഭയുടെ ഭരണം നടത്തേണ്ടത് എന്ന് സുപ്രീം കോടതി വിധിച്ചതനുസരിച്ച് ജസ്റ്റിസ് മളിമട്ടിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളനുസരിച്ച് കൂടിയ അസോസിയേഷൻ യോഗം ഈ കേസ് ആത്യന്തികമായി പര്യവസാനിപ്പിച്ചിരിക്കുകയാണ്. ആ കേസിലെ വിധി സ്വീകരിക്കുകയാണ് പാത്രീർക്കീസ് പക്ഷം ചെയ്യേണ്ടത്. അല്ലാതെ SNDPയുടെ അടുത്തോ NSSന്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റുള്ള നേതാക്കന്മാരുടെ അടുത്തോ പോയി ഇനിയും ഇവിടെ ഇടപെടണമെന്ന് പറഞ്ഞ് അപേക്ഷിക്കുന്നത് വളരെ മോശമായൊരു കാര്യമാണ്. എന്തിനെ അവരെയൊക്കെ വലിച്ച് ഇഴച്ച് ഈ സഭയിലെ തർക്കത്തിലേക്ക് കൊണ്ടുവരണം? കോടതിയാണ് ഏറ്റവും നല്ല മാർഗനിർദ്ദേശം തന്നത്. ഇവരാവശ്യപ്പെട്ടതനുസരിച്ചല്ലേ ഭരണഘടനയിൽ സുപ്രീം കോടതി ഭേദഗതി വരുത്തിയത്? ഇവരാവശ്യപ്പെട്ടത് അനുസരിച്ചല്ലേ അസോസിയേഷൻ യോഗത്തിന് ഒരു നിരീക്ഷകനെ വെച്ചത്? പാത്രീർക്കീസ് പക്ഷം ആ നിരീക്ഷകന്റെ ചെലവിലേക്കായി കോടതിയിൽ 1,00,000 രൂപ കെട്ടിവെച്ചിട്ടുള്ളതല്ലേ? ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഭരണഘടന അംഗീകരിച്ചുകൊണ്ട് അതിന് വിധേയത്വം കോടതിയിൽ എഴുതിക്കൊടുത്ത ശ്രേഷ്ഠബാവ തന്നെ ഭരണഘടനയ്ക്ക് വിരോധമായി നീങ്ങുകയും ആ യോഗത്തിന് വരാതെ അസോസിയേഷൻ യോഗത്തിൽ പങ്കെടുക്കാതെ അതേ ദിവസം അതേ സമയത്ത് പുത്തൻകുരിശിൽ പാരലൽ യോഗം വിളിച്ചു കൂട്ടുകയും മറ്റൊരു ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുകയും ചെയ്തതിനു ശേഷം അതാണ് യഥാർത്ഥ സഭയെന്ന് വാദിക്കുന്നത് എത്ര മ്ലേച്ഛമാണ്! 2002 ഉണ്ടാക്കിയ പുതിയ ഭരണഘടന പ്രകാരമുള്ളൊരു സഭയ്ക്ക് അതിനുശേഷം ഉണ്ടായ പള്ളികളോ സ്വത്തുക്കളോ അല്ലാതെ അതിനു മുമ്പ് യാക്കോബായ സഭയുടെ പേരിൽ നിന്നുകൊണ്ടുണ്ടാക്കിയ പള്ളികളും സ്വത്തുക്കളും പോലും അവകാശപ്പെട്ടതല്ല. അതുകൊണ്ട് സഭയുടെ പള്ളികളോ സ്വത്തുക്കളോ സ്ഥാപനങ്ങളോ ഒന്നും അവകാശപ്പെടാൻ കഴിയാത്ത ഈ പുതിയ സഭ അവരുടെ പുതിയ സഭ എന്ന നിലയിലുള്ള മാർഗം സ്വീകരിക്കുകയോ പള്ളികൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നതിന് ആർക്കും വിരോധമില്ല. സഭയുടെ പൊതുവായ സ്വത്തുക്കളെ ഏതെങ്കിലും തരത്തിൽ അപഹരിക്കാം എന്നുള്ളതാണ് മധ്യസ്ഥക്കാരുടെ പിന്നാലെ നടക്കുന്നതിൻ്റെ ലക്ഷ്യം എങ്കിൽ മലങ്കര സഭയ്ക്ക് അതിനോട് യോജിക്കാൻ 1% പോലും സാധിക്കില്ലെന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അങ്കമാലി ഭദ്രാസനത്തിലെ ഭൂരിപക്ഷം പള്ളികളും പാത്രീർക്കീസ് വിഭാഗം കൈയടക്കി വെച്ചിരിക്കുകയാണ് ഇന്ന്. ഈ ഇടവകകൾ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഭരണഘടനയ്ക്ക് വിധേയമായി മലങ്കര മെത്രാപ്പൊലീത്തായുടെ ഭരണത്തിന് കീഴിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സഭ ഇപ്പോൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുക. സഭയിൽ 2 കക്ഷിയുണ്ടായ അവസരത്തിൽ പാത്രീർക്കീസ് വിഭാഗത്തിൻ്റെ നേതാവായിരുന്ന ഭരണകർത്താക്കൾ കൈവശം വെച്ചിരുന്ന സ്ഥലമാണ് ആലുവ തൃക്കുന്നത്ത് സെമിനാരി. ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ ആളുകളുടെ കൈവശം ഇരുന്നത് കോട്ടയത്തെ പഴയ സെമിനാരിയാണ്. കേസ് നടക്കുന്ന കാലത്ത് 2 കൂട്ടരും അവരവരുടെ കൈവശമുണ്ടായിരുന്ന സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുകയും അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു വന്നിരുന്നു. എന്നാൽ സഭയിൽ യോജിപ്പുണ്ടായി കഴിഞ്ഞപ്പോൾ ഈ സ്വത്തുക്കളെല്ലാം മലങ്കര സഭയുടെ കാതോലിക്കേറ്റിൻ്റെ കീഴിലുള്ള മലങ്കര മെത്രാപ്പൊലീത്തായുടെയും
അതിനെ തുടർന്ന് മറ്റേ ഭരണ സംവിധാനങ്ങളനുസരിച്ചും ആ ഭരണത്തിന് കീഴിലായി കഴിഞ്ഞു. സാധാരണ ജനങ്ങൾക്ക് ഈ കാര്യം ഇപ്പോഴും ബോധ്യപ്പെട്ടിട്ടില്ല. അങ്കമാലി ഭദ്രാസനം ആസ്ഥാനമായിരുന്നതുകൊണ്ടും അവിടുത്തെ ആളുകൾ പാത്രിയർക്കീസ് വിഭാഗത്തിൽ മുൻകാലത്ത് നിലനിന്നിരുന്നതുകൊണ്ടും അവരിപ്പോഴും പാത്രിയർക്കീസ് കക്ഷിയിൽ നിൽക്കുവാൻ തന്നെയാണ് ആഗ്രഹിച്ചതും നിന്നുപോയതും. എന്നാൽ വസ്തുതകൾ മനസ്സിലാക്കിയ ആളുകൾ വളരെ നേരത്തെ തന്നെ നിലപാട് മാറ്റുകയും ഓർത്തഡോക്സ് വിഭാഗത്തോടെ ചേരുകയും ചെയ്തു. ആളുകളെ ഈ സത്യാവസ്ഥ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ പ്രശ്നം തീർക്കുവാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം. കോടതി വിധികൾക്കൊപ്പം തന്നെ മനുഷ്യനെ ബോധവൽക്കരിക്കുക. ഈ സഭ ഒന്നാണ്, ഈ സഭയുടെ വിശ്വാസം ഒന്നാണ്, ഈ സഭയ്ക്ക് ഒരു ഭരണഘടനയുണ്ട്. കാതോലിക്ക ബാവായോ അല്ലെങ്കിൽ ഓർത്തഡോക്സ് വിഭാഗമോ പള്ളികളോ സ്വത്തുക്കളോ കൊണ്ടുപോകുന്നില്ല. 12 കൊല്ലക്കാലം ഈ സഭ ഒന്നായി നിന്നപ്പോൾ അങ്കമാലി ഭദ്രാസനത്തിലെ ഒരു പള്ളിയും കാതോലിക്ക ബാവ കൊണ്ടുപോയില്ലല്ലോ. എല്ലാ പള്ളികൾക്കും അതിൻ്റെ ഭരണ സംവിധാനമുണ്ട്. അതനുസരിച്ച് അവിടെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. ഇവിടെ സഭ ഒന്നായി നിൽക്കുമ്പോൾ കാതോലിക്കേറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മെത്രാപ്പൊലീത്തമാർക്കും വൈദികർക്കും മാത്രമേ പള്ളിയിൽ ആത്മീകമായ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയൂ എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്ന മാറ്റം. പാത്രിയർക്കീസ് ബാവായ്ക്ക് മെത്രാച്ചന്മാരെ വാഴിക്കുവാനോ അവർ വാഴിച്ച വൈദികർക്ക് പള്ളികൾ ഭരിക്കുവാനോ ഭരണാധികാരം കൈയാളാനോ കഴിയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. എല്ലാ പള്ളിക്കും പൊതുയോഗവും കൈക്കാരനും സെക്രട്ടറിയും തെരഞ്ഞെടുപ്പും എല്ലാം ഉള്ളതെല്ലാം അതുപോലെ തന്നെ നടക്കും. പള്ളിയോ സ്വത്തുക്കളോ കാതോലിക്ക ബാവ കൊണ്ടുപോകുന്നു എന്നുള്ള പ്രചരണം മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു വരുത്തുന്നതാണ്. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് ആളുകൾ ബോധവാന്മാരാകണം. സഭ ഒന്നായി നിൽക്കണം. സഭയുടെ സാക്ഷ്യം അതാണ്. ഇന്ന് ഈ വൃത്തികെട്ട സമരമുറകൾ സ്വീകരിക്കുന്നതുകൊണ്ട് പല ആളുകളും മനം നൊന്ത് സഭ വിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണം വാങ്ങി മെത്രാപ്പൊലിത്തമാരെ സ്ഥാനമാനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നത് കണ്ട് ജനങ്ങൾ ലജ്ജിച്ച് തലതാഴ്ത്തേണ്ടി വന്നിരിക്കുകയാണ്. 10 മിനിറ്റ് കൊണ്ട് കബറിടത്തിൻ്റെ മുകളിൽ കുർബാന ചെല്ലുന്നത് കണ്ട് ജനങ്ങൾക്ക് നാണക്കേട് വന്നിരിക്കുകയാണ്. വിശുദ്ധ വസ്ത്രങ്ങളുടെ ഉള്ളിൽ മറച്ചു വെച്ച് കാസായും പിലാസായും കടത്തിക്കൊണ്ടുപോകുന്ന വൃത്തികെട്ട സ്ഥിതി കണ്ട് ലജ്ജിതരായിരിക്കുകയാണ് ഇന്നത്തെ ആളുകൾ. അതുകൊണ്ട് നല്ലൊരു വിഭാഗം ആളുകൾക്ക് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി കഴിഞ്ഞു. അവർ ഇപ്പോൾ പഴയതുപോലെ പ്രതികരിക്കാത്തതിൻ്റെയും കാരണം അതുതന്നെയാണ്. അതുകൊണ്ട് ആളുകളിൽ ഉണ്ടായിരിക്കുന്ന ഈ മാറ്റത്തെ ഓർത്തഡോക്സ് സഭ മനസ്സിലാക്കുകയും അവരെ ബോധവൽക്കരിക്കുകയും സത്യം എന്താണെന്ന് പഠിപ്പിക്കുകയും സത്യത്തിനു വേണ്ടി നിലനിൽക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ സഭയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകുവാനുള്ള അടുത്ത വഴി. വിഘടിത വിഭാഗത്തിന് പാത്രിയർക്കീസ് വികാരം പലപ്പോഴും ഇളക്കി വിട്ടുകൊണ്ടാണ് ഈ ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ പാത്രിയർക്കീസ് വികാരം എത്രത്തോളം അടിസ്ഥാനപരമായി അവരുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളതിന് ഈ സമീപകാലത്തുണ്ടായ ഒരു പ്രശ്നം ഒരു തെളിവായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു പുത്തൻ സഭയായ യാതൊരുവിധമാവുന്ന എപ്പിസ്കോപ്പൽ അംഗീകാരവുമില്ലാത്ത KP യോഹന്നാൻ്റെ പുതിയ സഭയുമായിട്ട് ഏച്ചുകെട്ടിക്കൊണ്ട് പുതിയ ഒരു മാർഗം, പുതിയൊരു വിശ്വാസം, പുതിയൊരു മാതൃകയോടുകൂടി ഒരു സഭയ്ക്ക് വേണ്ടി തോമസ് പ്രഥമൻ്റെ നേതൃത്വത്തിലുള്ളതാകുന്ന സഭാവിഭാഗങ്ങൾ ഒരുമ്പെട്ടതായിട്ട് പത്രമാധ്യമങ്ങളിലൂടെ അതുപോലെ തന്നെ പാത്രിയർക്കീസ് സഭ അംഗങ്ങളുടെ ഇടയിൽ തന്നെ വ്യാപകമായ ചർച്ചയ്ക്കും എതിർപ്പിനും കാരണമായി തീർന്നതാണ്. അങ്ങനെയുള്ളതാകുന്ന ഒരു സാഹചര്യത്തെ മുതലെടുക്കുന്നതാകുന്ന ആളുകൾക്ക് ഈ പാത്രിയർക്കീസ് എന്ന് പറയുന്നതാകുന്ന നാമം, പാത്രിയർക്കീസ് എന്ന് പറയുന്നതാകുന്ന ഈ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാനപരമായ കാഴ്ചപ്പാടിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, സ്നേഹമുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട അച്ഛന് തോന്നിയിട്ടുണ്ടോ? ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, അന്ത്യോക്യ വിശ്വാസം എന്ന് പറയുന്നൊരു വിശ്വാസമില്ല. അന്ത്യോക്യ ടർക്കി എന്ന് പറഞ്ഞ രാജ്യത്തുള്ളൊരു പട്ടണമാണ്. ആ പട്ടണ വിശ്വാസം എന്തൊരു വിശ്വാസമാണ്? അന്ത്യോക്യ വിശ്വാസം എന്ന് പറഞ്ഞ് പാവപ്പെട്ട മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. പാത്രിയർക്കീസ് ബാവായിൽ കൂടെ മാത്രമേ രക്ഷ കിട്ടൂ എന്ന്, ആ സിംഹാസനത്തിൽ കൂടി മാത്രമേ രക്ഷ ഒഴുകുകയുള്ളൂ എന്ന് ഈ പാവപ്പെട്ട മനുഷ്യരെ തെറ്റായി പറഞ്ഞു പഠിപ്പിച്ചതാണ്. വളരെ വ്യക്തമായി ഇന്ന് സമൂഹത്തിനറിയാം, ഈ സഭ നിലനിൽക്കുന്നത് പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം, മെത്രാന്മാർ വാഴിക്കുന്നത് പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണെന്നും കോടികൾ വാങ്ങിച്ച് ചതിച്ചു എന്നും അവരുടെ മെത്രാന്മാർ തന്നെ വെളിപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. സ്ഥാനമാനങ്ങൾ ഈ പണത്തിന് വേണ്ടി വിറ്റുകൊണ്ടിരിക്കുകയാണ്. ആ പാത്രിയർക്കീസിൻ്റെ അല്ലെങ്കിൽ പാത്രിയർക്കീസ് ബാവായുടെ ഇന്നത്തെ സ്ഥിതി എന്താണ്
എന്ന് നിങ്ങൾ അറിയണം. പാത്രിയർക്കീസ് ബാവായുടെ ആസ്ഥാനം ഈ അന്ത്യോക്യയിൽ നിന്ന് മാറ്റി അത് ബെയ്റൂട്ടിലെത്തി, അവിടെ നിന്ന് പിന്നെയും മാറ്റി അവസാനം ഡെമാസ്കസിൽ, സിറിയയിലെത്തി. ഇപ്പോൾ പാത്രിയർക്കീസ് ബാവായുടെ ആസ്ഥാനം എവിടെയാണ്? ഇന്ന് പാത്രിയർക്കീസ് ബാവ എവിടെയാണ്? അദ്ദേഹത്തിന് ഒരു അഡ്രസ് ഉണ്ടോ? അവിടെ ഉണ്ടായ കലാപനിമിത്തം സ്വന്തം സ്ഥാപനം പോലും ഇട്ടെറിഞ്ഞ് അദ്ദേഹത്തിന് നാട് വിട്ടു പോകേണ്ടി വന്നില്ലേ? ഇതിൽ പരം ദൈവം ഒരു ശിക്ഷ വാസ്തവത്തിൽ കൊടുക്കാൻ ഇനി ബാക്കിയുണ്ടോ? ദൈവത്തിൻ്റെ സഭയെ നശിപ്പിച്ച പാത്രിയർക്കീസ് ബാവായ്ക്ക് ഇന്ന് സഭയുമില്ല, ആസ്ഥാനവുമില്ല, ഓഫീസുമില്ല, ഭരണകൂടവുമില്ല, ഒരു അഡ്രസ്സ് പറയാൻ മേൽവിലാസം പോലുമില്ല. ഇവിടെ പാത്രിയർക്കീസ് ബാവായുടെ ഒപ്പും സീലും ഒക്കെ വെച്ച് കൽപ്പനകൾ ഇറക്കുന്ന ഒരു ശ്രേഷ്ഠ ബാവായാണ് നാട്ടിലുള്ളത്. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ശ്രീ KP യോഹന്നാൻ്റെ സഭയുമായി യോജിക്കുന്നു എന്ന് പറയുന്നതും കേവലം സാമ്പത്തികമായ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി. ഈ വിശ്വാസവും വിശ്വാസത്തിൻ്റെ പേരിലുള്ള തർക്കവും അഴക്കുമെല്ലാം സ്വത്തുക്കളും പള്ളികളും പണവും കൈവശപ്പെടുത്താനുള്ള തന്ത്രം മാത്രമാണെന്ന് വളരെ വ്യക്തമായി തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിൽ കൂടുതൽ പറയേണ്ട ഒരു ആവശ്യവും ഇനി ഉണ്ടെന്നതൊന്നുമില്ല. ഗുണ്ടാ പ്രവർത്തനത്തിലൂടെ സഭാപ്രവർത്തനം നടത്തുന്നുവെന്ന് തോമസ് പ്രഥമൻ സഭാപ്രവർത്തനം നടത്തുന്നുവെന്ന് ഓർത്തഡോക്സ് സഭ എപ്പോഴും ആരോപിക്കുന്നതാണ്. അതിന് കാരണങ്ങളുമുണ്ട്. ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം ഓർത്തഡോക്സ് സഭയുടെ ജീവസുറ്റതാകുന്ന പ്രവർത്തകരെ പലരെയും വകവരുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും അടുത്ത കാലത്തുണ്ടായ വർഗീസിയേട്ടൻ്റെ കൊലപാതകവും അതിനോടനുബന്ധിച്ച് തെക്കേക്കരയച്ചനെ 1-ാം പ്രതിയാക്കി CBI തന്നെ കോടതിയിൽ FIR കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ ഈ സഭാ നേതൃത്വത്തിൻ്റെ ഉന്നത സ്ഥാനികളുടെ കൈകടത്തലും അവരുടെ യഥാർത്ഥമായിട്ടുള്ള പേരുമുണ്ട്. പക്ഷേ ഭരണകൂടത്തിലുള്ളതാകുന്ന സമ്മർദ്ദങ്ങളും മറ്റ് സമ്മർദ്ദങ്ങളും വഴിയായിട്ട് അത് ഒതുക്കി വച്ചിരിക്കുകയാണ് എന്ന് നമ്മളെപ്പോലെ തന്നെ പൊതുസമൂഹത്തിനും അറിയാവുന്നതാണ്. ഇപ്പോൾ ഈ വർഗീസിയേട്ടൻ്റെ കൊലപാതകത്തെ സംബന്ധിച്ചുള്ള കേസും അത് സംബന്ധിച്ച് സഭ എടുത്തിരിക്കുന്നതാകുന്ന നടപടികളും ഒന്ന് വിശദീകരിക്കാമോ? മലങ്കര വർഗീസിനെ പട്ടാപ്പകൽ പെരുമ്പാവൂർ നടുറോഡിലിട്ട് വെട്ടിക്കൊന്നതാണ്. 2 കൈകളും 2 കാലുകളും വെട്ടി. അധോലോകത്തിൻ്റെ സഹായത്തോടെ അത് ചെയ്തു. അതിൽ 1-ാം പ്രതിയായിരിക്കുന്ന ഒരച്ഛനും 2-ാം പ്രതിയായിരിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവരെ CBI കണ്ടുപിടിച്ച് ആ കേസ് നടക്കുന്നുണ്ട്. വേണ്ടപ്പെട്ട ആളുകൾ പലരും അതിനകത്തുണ്ടായിരുന്നെങ്കിലും അവർ രക്ഷപ്പെട്ടു എന്ന് CBIക്കും ബോധ്യമുള്ളതാണ്. പക്ഷേ ആവശ്യമായി തെളിയിക്കത്തക്കവണ്ണം രേഖകൾ ഇല്ലാതിരിക്കുന്നു എന്നുള്ളതാണ് അവർക്ക് അതിന് പറയുവാനുള്ള ഒരു ന്യായം. എന്താണ് ഈ വിഭാഗത്തിൻ്റെ പാത്രിയർക്കീസ് വിഭാഗത്തിൻ്റെ ലക്ഷ്യം? ഏതോ ഒരു ഹീനമാർഗവും സ്വീകരിച്ച് തങ്ങളുടെ ആ ലക്ഷ്യം നേടുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ക്രിസ്തീയ സഭ പീഡനങ്ങളിൽ കൂടിയാണ് വളർന്നിട്ടുള്ളത്. എന്നാൽ ഒരു സഭയെ പീഡിപ്പിച്ച് വളരുന്ന ഒരൊറ്റ വിഭാഗം ഇന്നത്തെ പാത്രിയർക്കീസ് വിഭാഗം മാത്രമാണ്. അത് ഇന്നും അനസ്യൂതം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് പള്ളിയും പൊളിച്ച് അകത്ത് കയറുക, കട്ട് കുർബാന ചെല്ലുക, കട്ട് മറ്റ് ശുശ്രൂഷകൾ നടത്തുക, അതിന് പറ്റിയ ആളുകൾക്ക് പൗരോഹിത്യ സ്ഥാനം കൊടുത്ത് വിടുക, ഇത്തരം മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ യാതൊരു മടിയും പാത്രിയർക്കീസിനോ പാത്രിയർക്കീസ് വിഭാഗത്തിനോ ഇല്ല. കൊലപാതകമോ അതല്ലെങ്കിൽ അക്രമമോ മാത്രമാണ് അവർക്ക് പിടിച്ചു നിൽക്കുവാനുള്ള മാർഗമായി അവർ കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് അവർ തങ്ങളുടെ അന്ത്യം വരെ തുടരും. ഏതായാലും ഈ സഭ മരിച്ചുകൊണ്ടിരിക്കുന്നൊരു സഭയാണ്. അതിൻ്റെ അന്ത്യത്തിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു പ്രസ്ഥാനവും അധികകാലം നിന്നിട്ടില്ല. അതുകൊണ്ട് കുറച്ചു കാലം നമുക്ക് കാത്തിരിക്കാം. ദൈവം തമ്പുരാൻ പ്രവർത്തിക്കും, സത്യം നിലനിൽക്കും, സത്യം ജയിക്കും. ആത്യന്തികമായി ഓർത്തഡോക്സ് സഭാമക്കൾക്ക് വിജയം ആഘോഷിക്കാൻ ദൈവം അവസരം കൊടുക്കുകയും ചെയ്യും. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു.